ഡിയേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേട്ടോ, ഒരു സ്ത്രീ പോലും ഈ 2 ലക്ഷണങ്ങളും ഇല്ലാതെ പ്രഗ്നൻസിയുടെ ആ എൻറ്റയർ ട്രൈമസ്റ്റർ കംപ്ലീറ്റ് ചെയ്യില്ല കേട്ടോ. ആ 2 ലക്ഷണങ്ങളെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. അപ്പൊ നമുക്കത് എന്താണെന്ന് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ സംസാരിക്കാനായിട്ട് പോകുന്നത് പ്രഗ്നൻസിയുടെ സമയത്ത് നമ്മുടെ ബാക്കിൽ ഉണ്ടാകുന്ന 2 ടൈപ്പ് വേദനയെ പറ്റിയിട്ടും 2 ടൈപ്പ് ലൊക്കേഷനിൽ ഉണ്ടാകുന്ന വേദനയെ പറ്റിയിട്ടുമാണ്. 2 ടൈപ്പ് വേദന എന്ന് പറയുമ്പോഴേക്കും ഏറ്റവും ആദ്യം നമുക്ക് ബാക്ക് പെയിൻ എന്ന് പറയുന്ന ഒരു കാര്യം ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയം മുതൽ ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങളുടെ, യൂട്രസിന് ഉണ്ടാകുന്ന മാറ്റങ്ങളുടെ ആ ഒരു എഫക്റ്റ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഒരു ശരീരഭാഗമാണ്. യൂട്രസിന് തൊട്ടു പുറകിൽ തന്നെയായി നിൽക്കുന്നത് കൊണ്ട് ഇംപ്ലാന്റേഷൻ നടക്കുന്ന സിറ്റുവേഷനിൽ തന്നെ യൂട്രസ് സ്ട്രെച്ച് ആകാനായിട്ട് തുടങ്ങുന്ന സമയം തന്നെ നിങ്ങൾക്ക് ബാക്ക് പെയിൻ അനുഭവപ്പെടുന്നു. ഓരോ തവണയും ഇതിന്റെ ലൊക്കേഷൻസ് ആണ് ഡിഫറെന്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ആദ്യം നമുക്ക് ഉണ്ടാവുന്നത് നമ്മുടെ ലൂംബർ പെയിൻ എന്ന് പറയും. അതായത് ഞാനിവിടെ ഇമേജ് അറ്റാച്ച് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. നമ്മുടെ വേസ്റ്റിന് ജസ്റ്റ് എബോവ് ആയിട്ടുള്ള പോർഷനിൽ നിൽക്കുന്ന ഭാഗം. നിങ്ങൾ യൂട്രസിന്റെ പിക്ചർ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, യൂട്രസ് ഏകദേശം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ബെല്ലി ബട്ടണിനും നമ്മുടെ ലോവർ അബ്ഡമനും മിഡിലുള്ള ഒരു പോർഷനിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ തന്നെ അതിന്റെ ആ ഒരു പോർഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ തൊട്ട് പുറകിലാണ് നമ്മുടെ വേസ്റ്റിന് എബോവ് ആയിട്ട് വരുന്ന ഈ ഒരു പോർഷൻ, നമ്മുടെ ലോവർ ബാക്ക് പോർഷൻ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ യൂട്രസ് എക്സ്പാൻഡ് ആവാനായിട്ട് തുടങ്ങുമ്പോഴേക്കും അതിന് പുറകിലും അതിന്റെ ഫ്രണ്ടിലുമുള്ള മസിൽസ് അതിനനുസരിച്ച് എക്സ്പാൻഡ് ആവാനായിട്ട് തുടങ്ങുന്നു. ഇതിന്റെ ഭാഗമായിട്ട് വളരെ ഏർലി സ്റ്റേജിൽ തന്നെ ബാക്ക് പെയിൻ അല്ലെങ്കിൽ ലൂംബർ പെയിൻ നിങ്ങൾക്ക് അനുഭവപ്പെട്ടു തുടങ്ങുന്നു. ശരീരത്തിൽ പ്രൊഡ്യൂസ് ആകുന്ന റിലാക്സിൻ ഹോർമോൺ മസിൽസും ലിഗമെന്റ്സും ഒക്കെ സ്ട്രെച്ച് ആകാൻ വേണ്ടിയിട്ടുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് വളരെ ഏർലി സ്റ്റേജിൽ തന്നെ നിങ്ങൾക്ക് ലോവർ ബാക്ക് പെയിൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ വേസ്റ്റിന് എബോവ് ആയിട്ടുള്ള പോർഷനിൽ വേദന ഉണ്ടാകാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം. അടുത്തൊരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാകുന്നത് നമ്മുടെ മുതുകിന്റെ ഭാഗത്തായിരിക്കും. ഏകദേശം നമ്മുടെ ആ ഒരു പൊക്കിളിന് മുകളിലായിട്ടുള്ള പോർഷൻ ഉണ്ടാവില്ലേ, അതിന് നേരെ പുറകിലായിട്ടുള്ള നമ്മുടെ മുതുകിന്റെ ഭാഗത്ത് ആ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലുമായിട്ട് നമുക്ക് വേദന അനുഭവപ്പെടുന്നു. ഇത് ഇംപ്ലാന്റേഷൻ കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമുക്ക് അനുഭവപ്പെടുന്നത് കേട്ടോ. കുറച്ച് അങ്ങോട്ട് കഴിയും തോറും, മുമ്പോട്ടേക്ക് പോകും തോറും, ഫസ്റ്റത്തെ ട്രൈമസ്റ്റർ ഒക്കെ കഴിയുന്ന സമയത്തായിരിക്കും ഈ ഒരു വേദന നമുക്ക് വിസിബിൾ ആയിട്ട് വരുന്നത്. ഈ വേദന ഉണ്ടാവാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഏറ്റവും ആദ്യത്തെ റീസൺ നമ്മുടെ ഡൈജഷൻ സ്ലോ ആക്കുന്നതാണ്. നമ്മുടെ ദഹനം സ്ലോ ആകുന്നതിന്റെ ഭാഗമായിട്ട് ശരീരത്തിൽ ഗ്യാസ് കൂടുതലായിട്ട് ഫോം ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. ഇത് പോകാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരുന്നില്ല. നമുക്ക് ഡൈജഷനും സ്ലോ ആയി പോകുന്നു, ദഹനവും കഴിക്കുന്ന ഭക്ഷണങ്ങളും സ്ലോ ആയിട്ട് ദഹിക്കുമ്പോഴേക്കും ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഗ്യാസ് ഭയങ്കരമായിട്ട് തിങ്ങി നിൽക്കുന്നു. ഇത് നമുക്ക് മുതുകിന്റെ ആ ഒരു ഭാഗത്തും ഇതിന്റെ വേദന, നമുക്ക് ആ ഗ്യാസ് ഫോം ചെയ്ത് കിടക്കുന്നതിന്റെ വേദന നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു. സെക്കൻഡ് ട്രൈമസ്റ്ററിന്റെ തുടക്കത്തിലോട്ട് മാറിക്കഴിഞ്ഞാൽ ഈ വേദന നമുക്ക് കുറച്ചും കൂടി അധികരിക്കും. അങ്ങനെ ഉണ്ടാവാനായിട്ടുള്ള കാരണം നമ്മുടെ വയറ് വലുതാവാനായിട്ട് തുടങ്ങുന്നു. ആദ്യം ലോവർ അബ്ഡമന്റെ പോർഷനിൽ നിന്ന് വലുതായി ഇത് മേപ്പോട്ടേക്കാണല്ലോ ഇത് വലുതായി വരുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടും നിങ്ങൾക്ക് ആ മുതുകിന്റെ ഭാഗത്ത്, മുതുകിന്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും വേദന അനുഭവപ്പെടുന്നു. നിങ്ങളിപ്പോൾ ഇടുപ്പിൽ കൈവെക്കുക എന്ന് പറയില്ലേ, ഇടുപ്പിൽ കൈവെക്കുമ്പോൾ ആ ഇടുപ്പിൽ നിങ്ങൾ വെക്കുന്ന ആ ഒരു പോർഷൻ, അതിന്റെ ആ ഒരു സെയിം ആ ഒരു ഇതിൽ തന്നെ ബാക്കിലുള്ള പോർഷനിലായിരിക്കും നിങ്ങൾക്ക് വേദന അനുഭവപ്പെടുന്നത്. ഇതുപോലുള്ള വേദനയും ബുദ്ധിമുട്ടും ഉണ്ടാകുമ്പോഴേക്കും മറ്റൊരു കാര്യം നിങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കണം. ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം ഇംപ്ലാന്റേഷൻ നടക്കണമെങ്കിൽ നമ്മളുടെ ശരീരത്തിൽ വൈറ്റൽ ആയിട്ടുള്ള വിറ്റമിൻസ് ഉണ്ടായിരിക്കണം. സാധാരണയായിട്ട് എല്ലാവരും എടുക്കുന്ന വിറ്റമിൻ എന്ന് പറയുന്നത് നമ്മുടെ ഫോളിക് ആസിഡിന്റെ വിറ്റമിൻസ് ആണ്, അതുപോലെ അയേണും ആണ് എടുക്കുന്നത്. കാൽസ്യത്തിന്റെ മെഡിസിൻസ് പലരും അങ്ങനെ എടുത്ത് കാണാറില്ല. ഇംപ്ലാന്റേഷൻ നടന്നു കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു എംബ്രിയോയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടും കുഞ്ഞിന്റെ ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള ആ ഒരു എംബ്രിയോയുടെ വളർച്ചയ്ക്കും, അതായത് അതിന്റെ എല്ലിന്റെ വളർച്ചയ്ക്കും ഒക്കെ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടതാണ് കാൽസ്യം എന്ന് പറയുന്നത്. നമ്മളുടെ ശരീരത്തിൽ കാൽസ്യം കൃത്യമായിട്ട് അബ്സോർബ് ചെയ്ത് നമ്മുടെ ശരീരം കുഞ്ഞിനുള്ള ആ ഒരു റിക്വയർമെന്റ്സ് ഫുൾഫിൽ ചെയ്യുമ്പോഴേക്കും നമ്മുടെ ശരീരത്തിൽ കാൽസ്യത്തിന്റെ ഡെഫിഷ്യൻസീസ് അനുഭവപ്പെടുന്നു. ഇത് കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ജോയിന്റ് പെയിനും അതുപോലെ ബാക്ക് പെയിനും ഒക്കെ കൂടുതലായിട്ട് അനുഭവപ്പെടുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഓരോ ശരീര അവയവങ്ങളും സ്ട്രെച്ച് ചെയ്യാനായിട്ട് തുടങ്ങുമ്പോഴേക്കും അതിന്റെ ഭാഗമായിട്ടും നിങ്ങൾക്കിത് ഉണ്ടാകും. അപ്പോൾ ഏറ്റവും ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് പ്രിനേറ്റൽ വിറ്റമിൻസ് നിങ്ങൾ എടുക്കുക. കാരണം നമ്മുടെ ശരീരഭാഗത്തു നിന്ന് കൂടുതലായിട്ട് അബ്സോർബ് ചെയ്ത് പോകുന്നത് നമുക്കും നല്ലതല്ല. നമുക്ക് എല്ലിന് ബലക്ഷയം ഉണ്ടാകും, നടക്കുമ്പോൾ നമുക്ക് ജോയിന്റ് പെയിൻ ഉണ്ടാകും, അതുപോലെ പല്ലിന് കേടുണ്ടാകും, ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് അനുഭവപ്പെട്ട് തുടങ്ങും കേട്ടോ. അപ്പൊ ഈ 2 വേദനകൾ വന്നാലും നിങ്ങളെ ശരീരം ശ്രദ്ധിക്കണം. മൂന്നാമതായിട്ട് ഇത് ഉണ്ടാവാനായിട്ടുള്ള റീസൺ ഡീഹൈഡ്രേഷൻ ആണ്.
നമ്മുടെ ശരീരത്തിൽ കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം കൂടുതലായിട്ടില്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ടും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വേദനയും ബുദ്ധിമുട്ടും ഒക്കെ കൂടുതലായിട്ട് ഉണ്ടാകും കേട്ടോ. ഈ ഒരു വേദന എന്ന് പറയുന്നത് നമുക്കിപ്പോൾ തുടക്കത്തിലെ തന്നെ ഈ വേദന ഇല്ലെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം ഫസ്റ്റ് പ്രഗ്നൻസിയിലുള്ള ഒരു സ്ത്രീക്ക് ഈ ഒരു വേദന ചിലപ്പോൾ എളുപ്പത്തിൽ തിരിച്ചറിയാനായിട്ട് സാധിക്കും. കാരണം യൂട്രസിന്റെ സ്ട്രെച്ചിങ് ഒന്നും ഇതിനു മുമ്പൊന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ എളുപ്പത്തിൽ ഫസ്റ്റ് പ്രഗ്നൻസിയിലുള്ളവർക്ക് ഈ വേദനയും അസ്വസ്ഥതയും ഒക്കെ തിരിച്ചറിയാം. പക്ഷേ സെക്കൻഡ് പ്രഗ്നൻസിയിലോട്ട് കടന്നു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മുടെ യൂട്രസ് സ്ട്രെച്ച് ആയിട്ടുണ്ട്. ഡയാസ്റ്റസിസ് റെക്ടി എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. നമ്മുടെ വികസിച്ചിട്ടുള്ള മസിൽസ് ഒക്കെ ചുരുങ്ങാതെ തന്നെ നിൽക്കുന്ന ഡെലിവറി കഴിഞ്ഞവർക്ക് പലർക്കും വയറൊന്നു ചാടിയിരിക്കുന്ന ഒരു അവസ്ഥ. ഡയാസ്റ്റസിസ് റെക്റ്റിയൊക്കെ ഓൾറെഡി ഉള്ളവർക്ക് ആ എക്സ്പാൻഷൻ കുറച്ച് യൂട്രസിൽ സംഭവിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക്, അതായത് ഫസ്റ്റ് പ്രഗ്നൻസി കഴിഞ്ഞവർക്ക് സെക്കൻഡ് പ്രഗ്നൻസി നോക്കുന്നവർക്ക് ഈ ഒരു ബുദ്ധിമുട്ട് എളുപ്പത്തിൽ തിരിച്ചറിയാൻ സാധിക്കണമെന്നില്ല. എന്നാൽ ഫസ്റ്റ് പ്രഗ്നൻസിയിലുള്ളവർക്ക് എളുപ്പത്തിൽ ഈ ഒരു വേദനയും അസ്വസ്ഥതയും ഒക്കെ തിരിച്ചറിയാനായിട്ട് തുടങ്ങും. ഇനി നിങ്ങൾ പ്രഗ്നന്റ് ആണ്, നിങ്ങൾ ചെക്കപ്പിന് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വേദനകളും അസ്വസ്ഥതകളും ഉണ്ടെങ്കിൽ നിങ്ങൾ ആ കാൽസ്യത്തിന്റെ വിറ്റമിൻ മാത്രമല്ല എടുക്കേണ്ടത്, വിറ്റമിൻ ഇയുടെ മെഡിസിനും കൂടി നിങ്ങൾ എടുക്കണം. ഈ വിറ്റമിൻ ഇ നമ്മുടെ ശരീരത്തിൽ ആ ഒരു സ്കിന്നൊക്കെ കൂടുതലായിട്ട് സ്ട്രെച്ച് ആകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കണ്ടീഷൻ നമുക്ക് ശരീരത്തിൽ ഉണ്ടാക്കി തരുന്നു. ആ വേദനയൊക്കെ ഒന്ന് റിഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ മെഡിസിനും നിങ്ങൾ കൃത്യമായിട്ട് എടുക്കണം. ഈ ഒരു വേദന നിങ്ങൾക്ക് പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ അനുഭവപ്പെട്ടില്ലെങ്കിലും നിങ്ങൾ ടെൻഷൻ ആകേണ്ട ആവശ്യമില്ല. എക്സ്പെക്ടഡ് ഡേറ്റിൽ പീരിയഡ്സ് വരുന്നുണ്ടോ എന്ന് മാത്രം നിങ്ങൾ നോക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് പീരിയഡ്സ് വരുന്നുണ്ടെങ്കിലും ആ പോകുന്ന ബ്ലഡിന്റെ അളവ് എത്രത്തോളമാണ് എന്നുള്ള കാര്യവും കൂടി നിങ്ങൾ മോണിറ്റർ ചെയ്യുക കേട്ടോ. പോകുന്ന ബ്ലഡിന്റെ അളവ് നേരത്തെ ഉണ്ടായിരുന്ന മെൻസ്ട്രൽ സൈക്കിളിൽ പോയിട്ടുള്ള ബ്ലഡിനെ അപേക്ഷിച്ച് വളരെ കുറവാണെങ്കിൽ അവിടെ നമുക്ക് പിന്നെയും പ്രഗ്നൻസി ആകാനായിട്ടുള്ള ഒരു ചാൻസസ് ഉണ്ടെന്നാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഇത് ഉണ്ടായില്ലെങ്കിലും പിന്നീട് അങ്ങോട്ടേക്കുള്ള സെക്കൻഡും തേർഡും ട്രൈമസ്റ്ററുകളിൽ നിങ്ങൾക്ക് ഈ ഒരു വേദന കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇരിക്കുന്ന സമയത്തും കിടക്കുന്ന സമയത്തും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷൻ എടുക്കുക. സപ്പോർട്ടിംഗ് ആയിട്ടുള്ള പില്ലോസ് ആവശ്യമുള്ളവരെ പ്രഗ്നൻസി പില്ലോസ് മേടിക്കുകയോ അല്ലെങ്കിൽ വീട്ടിലുള്ള പില്ലോസിന്, അതായത് തലേണകളെ നിങ്ങൾക്ക് പറ്റുന്ന രീതിക്ക് കംഫർട്ടബിൾ ആയിട്ട് വെക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. ഒരുപാട് നേരം ഇരിക്കുമ്പോഴും ഒരുപാട് നേരം നിൽക്കുമ്പോഴും നിങ്ങൾക്ക് ഈ ഒരു ബുദ്ധിമുട്ട് കൂടുതലായിട്ടുണ്ടെങ്കിൽ, ഓൾറെഡി ബാക്ക് പെയിൻ ഉള്ള ആളുകൾക്ക് പ്രഗ്നൻസിയുടെ സമയത്ത് ബാക്ക് പെയിന്റെ ആ ഒരു കണ്ടീഷൻ കൂടാനായിട്ടാണ് ചാൻസ്. അപ്പൊ അങ്ങനെ വരുമ്പോഴേക്കും ഒരുപാട് നേരം നിൽക്കുകയോ ഒരുപാട് നേരം ഇരിക്കുകയോ ഒക്കെ ചെയ്യാതെ നിങ്ങൾ കംഫർട്ടബിൾ ആകുന്ന ഒരു സിറ്റുവേഷനിൽ, നിങ്ങൾക്ക് ഡിസ്കംഫർട്ട് ഉണ്ടാകുന്ന സിറ്റുവേഷനിൽ കുറച്ചു നേരം ഒന്ന് കിടന്ന് റെസ്റ്റ് ചെയ്യാനൊക്കെ മസ്റ്റ് ആയിട്ടും ശ്രദ്ധിക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.